IPL 2025 സംഭവബഹുലമായ പോരാട്ടത്തിൽ RCBക്ക് 2 റൺസിന്റെ അതിഗംഭീര വിജയം. ആദ്യം ബാറ്റ് ചെയ്ത RCB നേടിയത് 213 റൺസായിരുന്നു. റെക്കോർഡ് ടോട്ടലാണ് RCB ഇട്ടത്. മറുപടി ബാറ്റിംഗിൽ ചെന്നൈയുടെ ഇന്നിംഗ്സ് 211 റൺസിൽ അവസാനിച്ചു. IPL ചരിത്രത്തിൽ ആദ്യമായാണ് 2 ലെഗിലും ചെന്നൈയെ RCB പരാജയപ്പെടുത്തുന്നത്. ചെന്നൈയുടെ പതനം ഏകദേശം പൂർണ്ണമായ മത്സരമായിരുന്നു ഇത്. ആദ്യം ബാറ്റ് ചെയ്ത RCBക്ക് വേണ്ടി ജേക്കബ് ബദലും വിരാട് കോഹ്ലിയും അതിഗംഭീര തുടക്കമാണ് സമ്മാനിച്ചത്. 33 പന്തിൽ 55 റൺസ് ജേക്കബ് ബദൽ നേടിയപ്പോൾ 33 പന്തിൽ 62 റൺസാണ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയത്. ഇടയ്ക്ക് ദേവദത്ത് പടിക്കലും രജത് പടിത്തറും ജിതേഷ് ശർമ്മയും നിറം മങ്ങിയെങ്കിലും അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച റൊമാരിയോ ഷെപ്പേർഡ് മത്സരത്തിൽ RCBക്ക് വിജയ റണ്ണുകൾ സമ്മാനിക്കുകയായിരുന്നു. 14 പന്തിൽ 4 ഫോറും 6 സിക്സും അടക്കം 53 റൺസാണ് റൊമാരിയോ ഷെപ്പേർഡ് നേടിയത്. പതിറണയും ഖലീൽ അഹമ്മദിനെയും തലങ്ങും വിലങ്ങുമാണ് റൊമാരിയോ ഷെപ്പേർഡ് പായിച്ചത്. 3 ഓവറിൽ 65 റൺസാണ് ഖലീൽ അഹമ്മദ് വഴങ്ങിയത്. 4 ഓവറിൽ 36 റൺസ് പതിറണയും വഴങ്ങി. 3 വിക്കറ്റുകളാണ് നേടിയത്. നൂർ അഹമ്മദും സാം കറനും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി. അൻഷുൽ കമ്പോജും നൂർ അഹമ്മദും ജഡേജയും ഭേദപ്പെട്ട രീതിയിൽ പന്തെറിഞ്ഞു. അങ്ങനെ RCB സ്കോർ 213 കടന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഗംഭീര തുടക്കം ചെന്നൈ സൂപ്പർ കിങ്സിന് ലഭിച്ചു. 4 ഓവറിൽ 51 റൺസ് എടുത്തു നിൽക്കുമ്പോൾ ഷേഖ് റഷീദിന്റെ വിക്കറ്റ് നഷ്ടമായി. തൊട്ടു പിന്നാലെ സാം കറന്റെയും. എന്നാൽ ജഡേജ ആയുഷ് മാത്രെ കൂട്ടുകെട്ട് 114 റൺസാണ് ക്രീസിൽ രമിച്ചുണ്ടാക്കിയത്. എന്നാൽ 48 പന്തിൽ 9 ഫോറും 5 സിക്സും അടക്കം 94 റൺസ് നേടിയ ആയുഷ് മാത്രെ പുറത്തായപ്പോൾ മത്സരം ചെന്നൈ കൈവിടുമെന്ന് വിചാരിച്ചു. എന്നാൽ ഇടയ്ക്കിടെ വിട്ടുപോയ ക്യാച്ചുകളും പാഴാക്കിയ റൺസുകളുമെല്ലാം സ്കോറിലേക്ക് ചെന്നൈ അടുപ്പിച്ചു എന്ന് പറയാം. ജഡേജ 45 പന്തിൽ 8 ഫോറും 2 സിക്സും അടക്കം 77 റൺസ് നേടി നോട്ടൌട്ടായി നിന്നു. ഡിവോൾഡ് ബ്രേവിസ് നേരിട്ട ആദ്യ പന്തിൽ പുറത്തായി. എന്നാൽ റിവ്യൂ എടുക്കാൻ സമ്മതിക്കാതെ ടൈമർ അവസാനിച്ചത് വലിയ രീതിയിൽ വിനയായി. 8 പന്തിൽ 12 റൺസ് നേടി ധോണിയും പുറത്തായത് മത്സരത്തിലേറെ വഴിത്തിരിവായിരുന്നു. അവസാന ഓവറിൽ 15 റൺസാണ് ചെന്നൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. ആദ്യ പന്തിൽ 1 റൺ, 2-ാം പന്തിൽ 1 റൺ, 3-ാം പന്തിൽ ധോണിയുടെ വിക്കറ്റ് നേടിക്കൊണ്ട് മത്സരത്തിലേക്ക് അതിശക്തമായി RCB വരെ പറയിച്ചു. എന്നാൽ 4-ാം പന്ത് നോ ബോൾ 6 ആയതോടുകൂടി മത്സരം ചെന്നൈയുടെ പക്കലേക്കെന്ന് പലരും വിധി എഴുതി. അങ്ങനെ 3 പന്തിൽ 6 റൺസായി. എന്നാൽ 3 സിംഗിളുകൾ മാത്രമാണ് പിന്നീടുള്ള പന്തുകളിൽ വഴങ്ങിയത്. അങ്ങനെ 2 റൺസിന് വിജയം RCB സ്വന്തമാക്കി. സീസണിലെ ഏറ്റവും മികച്ച മത്സരമാണ് ഇന്ന് കഴിഞ്ഞത്. RCB ആരാധകർ ആവേശത്തിലുമാണ്. Subscribe to One India and never miss an update.